ഇതെന്താണെന്ന് അറിയോ? ഇതാണ് കേദൽ ചിക്കൻ. ഒരു അടിപൊളി റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വായോ. സ്പ്രിംഗ് കോഴി വെച്ചിട്ടാണ് നമ്മൾ കേദൽ ചിക്കൻ ഉണ്ടാക്കുക അല്ലേ? ഇത് ഉണ്ടാക്കുന്നത് നമ്മുടേതായ സ്റ്റൈലിലാണ് കേട്ടോ. അപ്പൊ വായോ. നമ്മുടെ ഈ ചിക്കന് ഒന്ന് ചെറുതാക്കി എടുക്കണേ. ഒരു വറക്കാൻ പരുവത്തിൽ നമുക്ക് പീസാക്കി എടുക്കാം. സ്പ്രിംഗ് കോഴി എല്ലാം ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പ്രിംഗ് കോഴി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രോയിലർ കോഴി ആണെങ്കിലും ചെറുതെടുത്താൽ മതി. ഒത്തിരി മൂക്കാത്ത കോഴി അത്. പിന്നെ അല്ലെങ്കിൽ പിടിക്കോഴി ഇല്ലേ, അതും എടുക്കാം. പിടിക്കോഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴിയുടെ കുഞ്ഞ്, അത് നമുക്ക് കടകളിൽ കിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പ്രിംഗ് കോഴി കിട്ടും. ഇതിന്റെയൊക്കെ ബിരിയാണി നമ്മുടെ കോഴിക്കോട് സൈഡിലേക്ക് ഫേമസ് ആണ്. അപ്പൊ അത് ഇങ്ങനെ എടുത്ത് വിനാഗിരിയിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത നമ്മുടെ ചിക്കൻ പീസ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്നാന്നറിയോ? 1/2 സ്പൂൺ മല്ലിയും 1/2 സ്പൂൺ പെരുംജീരകവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിക്കണം. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, തേങ്ങാപ്പീര, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളകാണ് അതിന്റെ ഏറ്റവും മെയിൻ സാധനം. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ, ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു മുട്ട, പിന്നെ ഉപ്പ്. ഇതൊന്ന് നമുക്ക് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാവേ. ചിക്കനിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിന്റെ മെയിൻ സാധനം. പക്ഷേ അത് ചേർക്കുമ്പോൾ നമുക്ക് കളർ കിട്ടത്തില്ല. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഇച്ചിരി ചേർക്കാം. പൊടിച്ച നമ്മുടെ പച്ച മല്ലിയും പെരുംജീരകവും കൂടെ അത് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത്. ഇത്ര മതി. കുറച്ച് ചെറിയുള്ളി. ചെറിയുള്ളി ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ കുറച്ച് ചേർത്താൽ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ. ഇതും നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. പാകത്തിന് ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ നീരാണ്. പിന്നെ നമ്മൾ ഒരു മുട്ട. ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ കോട്ടിംഗ് ഒക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരള ചിക്കന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ടയൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇച്ചിരി തേങ്ങാപ്പീര എടുത്ത് വെച്ചേക്കുന്നതും അതിനാ. ലാസ്റ്റ് കാണിച്ചു തരാവേ. ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഈ കോട്ടിംഗ് ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത് കേട്ടോ. അവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ചേർത്താൽ നല്ലതാ. ഇനി ഇതുണ്ടല്ലോ, ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം കേട്ടോ ഫ്രീസറിൽ വെക്കണം. 1/2 മണിക്കൂർ, അല്ലെങ്കിൽ ഇത് 2 മണിക്കൂർ വെച്ചാലും നല്ലതാ. അങ്ങനെ വെച്ചാലേ ഇതിനകത്ത് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ കൊണ്ടങ്ങ് വെച്ചേക്കാം. നമ്മുടെ കേദൽ ചിക്കൻ 1/2 മണിക്കൂറായി ഫ്രീസറിൽ ഇരിക്കുന്നു. എടുത്തോണ്ട് വന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കണം. അപ്പൊ അതാ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അതിന് വേറെ ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മുടെ പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് വരതെ കട്ടയാകുന്നു കേട്ടോ. ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണ് ബൗളിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ അതാണ്ട് അവിടെ ഇരുന്നും നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് പെറുക്കിയിടാം. രണ്ട് ട്രിപ്പായിട്ടേ നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ. മൂടി വെച്ചേക്കാം. ചെറു തീയിൽ അവിടെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. കോരി എടുക്കാം കേട്ടോ. ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട്. അടുത്ത ബാച്ചും കൂടെ നമുക്ക് ഒന്ന് ഇട്ടെടുക്കാവേ. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കോരി എടുക്കണം. എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട്. ഒത്തിരി അങ്ങനെ മൊരിഞ്ഞു പോവരുതേ. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കുകയും വേണം, എന്നാൽ നല്ലപോലെ ഇതാകുകയും വേണം. ഈ എണ്ണയിലേക്ക് തന്നെ ഇല്ലേ നമ്മുടെ ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില മുറിച്ചങ്ങോട്ട് ഇട്ടേ. ശരി, ഒന്ന് ഏകദേശം ഒന്നായി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇല്ലേ, ഭയങ്കര രസമാട്ടോ ഈ തേങ്ങാപ്പീര ഇടുന്നത്. ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും തേങ്ങാപ്പീരയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സാധനം വറ്റൽമുളക് ഇട്ട് കൊടുക്കും. ഇത് ഇച്ചിരി സ്പൈസി ചിക്കനാണ്, ചിക്കൻ ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വറ്റൽമുളക് വേണം കേട്ടോ. ഇതൊന്ന് നല്ല പോലെ ഒന്ന് ആയിക്കോട്ടെ. നമ്മുടെ വറ്റൽമുളകും ഏകദേശം നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയില്ലേ, ഇതൊന്ന് നമ്മുടെ ചിക്കനിലേക്ക് തട്ടി കൊടുക്കാം. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ.
നമ്മുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയ അടിപൊളി ഒരു കേദൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കേദൽ ചിക്കന്റെ റെസിപ്പി എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. നല്ല സൂപ്പർ ടേസ്റ്റ്. ഒരു പീസ് എടുത്തൊന്ന് കഴിക്കട്ടെ. ആ ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. ഈ തേങ്ങാപ്പീരയും ഈ ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ലാസ്റ്റ് വറുത്തിട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ആണോ, പുറമേ നല്ല പോലെ ഫ്രൈ ആയി, ഉള്ളു വരുമ്പോൾ നല്ല സോഫ്റ്റാ. ആ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കഴിപ്പിച്ച് കൊതിപ്പിച്ചു എന്ന് പറയല്ലേ, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ബൈ.